നല്ല മധുരമുള്ള പാൽക്കൊഴുക്കട്ട കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പം നമുക്കിന്ന് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നല്ല വറുത്ത നൈസ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് അളവിലാണ് നമ്മൾ പത്തിരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ പത്തിരിപ്പൊടി നമ്മുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. ബാക്കി ഇൻഗ്രീഡിയൻസിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയാൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അത് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എനിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. നമ്മുടെ കയ്യിലുള്ള പൊടിക്കനുസരിച്ച് അതിൽ കുറച്ച് മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം. എപ്പോഴും തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പൊടിയെടുത്ത സമയത്ത് അതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് ചെറിയൊരളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും മറക്കാതെ ചേർക്കുക. വെള്ളം ചേർത്ത് നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ മതി, ശരിക്കും ചൂടാറാനായിട്ട് നിൽക്കണ്ട. ഇപ്പം നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ കുറഞ്ഞ് പാകത്തിനായിട്ട് ഇരിപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ പൊടിയെടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചൊരു ബോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ പാകത്തിനുള്ളൊരു പാകമായിരിക്കണം. ഒരുപാട് ഹാർഡാവണ്ട. ഇനി അതിൽ നിന്നും കുറച്ചധികം പൊടി എടുത്തിട്ട് നീളത്തിന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ചെറിയൊരു പീസ് എടുത്ത് ഒരു ബോളാക്കി ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ആ ബോളിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കൈ ഒട്ടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ പൊടിയോ എന്തെങ്കിലും കയ്യിൽ തടവി കൊടുത്താൽ മതി. ഞാനുണ്ടാക്കി ഇതേ ഷേപ്പിൽ ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ ഇച്ചിരി നീളത്തിനുള്ള കഷ്ണങ്ങളാക്കിയോ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പൊടി മുഴുവൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് 1-ാം പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ തേങ്ങയിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത കപ്പിന് 1 കപ്പ് 2-ാം പാലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് 2-ാം പാൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം ചേർത്താലും മതിയാകും. വെള്ളം ചേർത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത ഉടനെ ബോൾസ് ഇടരുത്. തിള വന്നതിന് ശേഷം മാത്രമേ ബോൾസ് ഇടാവുള്ളൂ. തിള വരുന്നതിന് മുമ്പ് ബോൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ബോൾസ് ഇട്ട് കൊടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ 2-ാം പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ബോൾസ് അടുപ്പിച്ചിടാതെ സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തേക്കും നീക്കി ഇട്ട് കൊടുക്കാം നമുക്ക്. ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കരുത്. ബോൾസൊക്കെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ബോൾസ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിനും
സിമ്മിന് ഇടയിലായിട്ട് വെച്ചൊരു 6-7 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിന് കൺസിസ്റ്റൻസി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിക്കാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത അരിപ്പൊടി തന്നെ 1 സ്പൂൺ എടുക്കണം. അതൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ 1 സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. അതിനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കണം. കലക്കിയെടുത്ത പൊടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം അപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം അരി അളന്നെടുത്ത ആ ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് ശർക്കരപ്പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ശർക്കര ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരപ്പാനി ചേർത്തു. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അങ്ങനെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഏലക്കാപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിലല്ലാത്ത ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഏലക്കാപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫ്ലേവർ കിട്ടുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ചേർക്കാൻ ശ്രദ്ധിക്കുക. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കതിലേക്ക് ഒരൊറ്റ നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ 1-ാം പാൽ ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്